യുഎസ് കടുത്ത മുട്ടക്ഷാമം നേരിടുന്നതിനാൽ മുട്ട ഇറക്കുമതി ചെയ്യാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടി. മുട്ടക്ഷാമം രൂക്ഷമാവുകയും വില ഉയരുകയും ചെയ്തതോടെ ഇറക്കുമതിക്കായി ഫിൻലൻഡ്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ യുഎസ് അഭ്യർത്ഥന ഫിൻലൻഡ് നിരസിച്ചു. യുഎസിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയില്ലെന്നും പുതുതായി ആരംഭിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ഫിന്നിഷ് പൗൾട്രി അസോസിയേഷൻ ഡയറക്ടർ പറഞ്ഞു. കയറ്റുമതി ആരംഭിച്ചതിനാൽ യുഎസിലെ സ്ഥിതി മാറില്ലെന്നും ഈ വിഷയത്തിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും ഫിൻലൻഡ് പറഞ്ഞു. വ്യാപകമായ പക്ഷിപ്പനിയുടെ ഫലമായി യുഎസിൽ കോഴിമുട്ടയുടെ ക്ഷാമം അനുഭവപ്പെടുകയാണ്. ഒരു മുട്ടയുടെ വില $8 ഉയർന്നു. ട്രംപിന്റെ ഏകപക്ഷീയമായ നയങ്ങൾ മൂലമാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെന്ന് സോഷ്യൽ മീഡിയ ട്രംപിനെ പരിഹസിക്കുകയാണ്. അദ്ദേഹം എല്ലാവരെയും അപമാനിക്കുകയും തീരുവ ഉയർത്തുകയും എല്ലാറ്റിനെയും പിടിച്ചടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ആഭ്യന്തര കാര്യങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കുകയാണെന്ന് നെറ്റിസൺസ് ട്രംപിനെക്കുറിച്ച് എഴുതി. ട്രംപിന്റെ നയതന്ത്രം എല്ലായിടത്തും ഫലപ്രദമല്ലെന്നും ഒരു വശത്ത് തീരുവ ഉയർത്തുകയും മറുവശത്ത് സഹായം ആവശ്യപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങളിലൂടെ പലരും അവരുടെ പ്രതികരണങ്ങൾ പ്രകടിപ്പിക്കുന്നു. മുട്ടയുടെ വില കുതിച്ചുയരുന്നത് നിലവിൽ അമേരിക്കക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. ഈ മുട്ടവില ട്രംപിന്റെ പ്രസംഗത്തിലും കടന്നുവന്നു. മുട്ടയുടെ വില ഉയരുന്നത് തടയുമെന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചതായും ട്രംപ് പറഞ്ഞു. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനങ്ങൾ മുട്ടയുടെ വില ഉയരാൻ കാരണമായെന്നും വില കുറയ്ക്കാൻ തങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ ജനതയുടെ ജീവിത നിലവാരം താങ്ങാനാവുന്ന നിലയിലേക്ക് കൊണ്ടുവരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം പക്ഷിപ്പനിയെ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി $1 ബില്യൺ പദ്ധതിയും പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 26-ന് കൃഷിവകുപ്പ് സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് പ്രഖ്യാപിച്ചത് കർഷകരെ സഹായിക്കുന്നതിനും ബയോസെക്യൂരിറ്റി പ്രോഗ്രാമുകൾ വികസിപ്പിക്കുന്നതിനും വൈറസ് നിയന്ത്രിക്കുന്നതിനും ഫണ്ടിന്റെ ഭൂരിഭാഗവും ഉപയോഗിക്കുമെന്നായിരുന്നു. ഒരു ഡസൻ ഗ്രേഡ് എ വലിയ മുട്ടകളുടെ ശരാശരി വില ജനുവരിയിൽ $4.95 ഉയർന്നു. അതായത് ഒരു മുട്ടയ്ക്ക് $36 അടുത്ത്. ഡിസംബറിൽ വില $4.15 കഴിഞ്ഞ 3 മാസമായി മുട്ടവില എക്കാലത്തെയും ഉയർന്ന നിലയിൽ തുടരുന്നു. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുട്ടവില ഏകദേശം 53% വർദ്ധിച്ചു. ജൈവ മുട്ടകൾക്ക് വില കൂടുതലാണ്. അതേസമയം യൂറോപ്പിൽ നിന്നുള്ള മദ്യ ഇറക്കുമതിക്ക് 200% തീരുവ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. അലുമിനിയം, സ്റ്റീൽ ഇറക്കുമതിക്ക് ട്രംപ് പ്രഖ്യാപിച്ച 25% തീരുവ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ പുതിയ തീരുവ ഏർപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കൻ വിസ്കിക്ക് 50% തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനം മുന്നോട്ടു പോയാൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വൈൻ, ഷാമ്പെയിൻ ഉൾപ്പെടെയുള്ള മദ്യത്തിന് വലിയ തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. എല്ലാ രാജ്യങ്ങളും ഒരു വ്യാപാര യുദ്ധത്തിൽ പ്രവേശിച്ചാൽ മുഴുവൻ പേരും തോൽക്കുമെന്നും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യാപാര യുദ്ധം മൂലമുണ്ടാകുന്ന സാമ്പത്തിക സമ്മർദ്ദവും നഷ്ടവും എല്ലാവരെയും ബാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2ാം തവണയും അധികാരത്തിലെത്തിയ ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു. കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ അദ്ദേഹം 2.5% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി. താരിഫ് പ്രഖ്യാപിച്ച കാനഡയിൽ നിന്നുള്ള നിർദ്ദിഷ്ട ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഇരട്ടിയാക്കുമെന്ന ഭീഷണിയുമുണ്ട്.